ഗൈസ്, കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് എന്റെ അമ്മ എന്റെ കൂടെ വരുന്നത്. എപ്പോഴും കുഞ്ഞിയുടെ കൂടെയാണ് കാണാറ് കേട്ടോ. അമ്മയ്ക്ക് കുറച്ചും കൂടെ കംഫർട്ട് എന്ന് പറയുന്നത് ബുള്ളറ്റ് ആണ്. അതിലാവുമ്പോ കുലുക്കം ചാട്ടം അതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാവണത്. അങ്ങനെ ലോകത്തുള്ള എല്ലാ കുണ്ടിലും കുഴിയിലും ഒക്കെ ചാടിച്ചിട്ടൊക്കെയാണ് ഞാൻ പോവാറെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ചില സമയങ്ങളിൽ എനിക്കും തോന്നാറുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ഞാൻ ചിലപ്പോൾ റോഡ് നോക്കിയെന്ന് വരില്ല. അപ്പൊ ചിലപ്പോൾ കുഴിയിൽ വീഴാറുണ്ട്. അന്ന് ആ കുഴിയിൽ ചാടിയിട്ട് അടുത്ത കുഴിയിൽ ഞാൻ വെട്ടിച്ച് പോവാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ അവര് കാണുമ്പോ ഞാൻ എപ്പോഴും കുഴി ചാടും എന്നൊരു കഥയും. അങ്ങനെ ഇരിഞ്ഞാലക്കുട മെട്രോയിൽ വന്നതാണ് അമ്മയുടെ ഒരു റിസൾട്ട് വാങ്ങാനായിട്ട്. റിസൾട്ടൊക്കെ വാങ്ങി നേരെ വീട്ടിൽ പോവാന്ന് വിചാരിച്ചപ്പോഴാണ് ഇന്നലെ വൈകിട്ട് കുഞ്ഞ് വന്നപ്പോ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു എന്ന് കേട്ടു. അപ്പൊ ഞാനാണെങ്കിൽ കുറെ നാളായി ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട്, അപ്പൊ നമുക്ക് ഒന്ന് പോയിട്ട് വരാം, എന്നിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. അങ്ങനത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ ട്രയൽ ചെയ്ത് കാണിച്ചിട്ട് ഏറ്റവും അവസാനം എന്റെ അമ്മ ടെമ്പർ തെറ്റി ഇറങ്ങി പോണതാണ് ഈ കണ്ടത് കേട്ടാ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് എടുത്തു. എന്റെ അമ്മയ്ക്കും എനിക്കും കൂടെ ഇഷ്ടമായ ഒരു ഡ്രസ്സ് ഞാൻ എടുത്ത് സെലക്ട് ചെയ്ത് വെച്ച് അതിന് ഷോള് നോക്കാനായിട്ട് പോയതാണ്. ഷോള് നോക്കാൻ പോയപ്പോ അവിടെ ഡൈനിങ് ടേബിളിൽ വിരിക്കണ മാറ്റ് കണ്ടു. ഞാൻ എന്റെ ഷോള് തപ്പി വരുമ്പോഴത്തേക്കും അമ്മയുടെ മാറ്റൊക്കെ ഇങ്ങനെ വിരിക്കണ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു കോൺട്രാസ്റ്റ് പോയിട്ടുള്ളൊരു ഷോളും ടോപ്പൊക്കെയാണ് ഞാൻ എടുത്തേക്കണത് കേട്ടാ. അവിടുന്ന് നേരെ ചായ കുടിക്കാനായിട്ടാണ് പിന്നെ വന്നത്. എനിക്കാണെങ്കിൽ കൂടൽമാണിക്യത്തിന്റെ അവിടെ ഒരു ചായക്കട ഉണ്ട് കേട്ടാ, അവിടെ കഴിക്കാനാണ്. പക്ഷെ ഇവര് രണ്ടാളും കൂടെ കൂടിയപ്പോഴേ ഇവർക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവിടുന്നേ കഴിക്കുള്ളൂ. അപ്പൊ എന്റെ ഇഷ്ടങ്ങൾ കുറച്ച് നേരത്തേക്ക് ഞാൻ മാറ്റി വെക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇവര് ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് വന്ന് ഞാൻ അവിടുന്ന് ഒരു ഷവർമ ഓർഡർ ചെയ്തു ഗൈസ്. ഞാൻ ഓർഡർ ചെയ്ത സാധനം 5 മിനിറ്റ് പിടിക്കും എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അമ്മയുടെ നിന്ന് ആ ചായ മേടിച്ച് ഞാൻ കുറച്ച് കുടിച്ചിട്ട് കുറച്ച് പരിപാടിയും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഷവർമ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഷവർമ ഫുള്ള് ഓപ്പൺ ചെയ്തിട്ട് ചിക്കനും മയോണൈസും മാത്രമായിട്ടാണ് കഴിച്ചത്. അങ്ങനെയാണ് ഈ ഷവർമ ചേട്ടന്റെ കണ്ണിലേക്ക് ഈ സംഭവം എത്തുന്നത്. അപ്പൊ ഷവർമ ചേട്ടനോട് പറയാ, ഇങ്ങനെയല്ല മോളെ കഴിക്കേണ്ടത്, പക്ഷെ ഞാൻ എന്റെ വായ മാക്സിമം തുറക്കണ്ടേ, അപ്പൊ ബുദ്ധിമുട്ടണ്ടേ, അത് കാരണം ഞാൻ മെല്ലെ മെല്ലെ കഴിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിച്ചത്. എനിക്ക് അറിയാം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫാസിയോയ്ക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ അവിടെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അതിന്റെ അപ്പുറത്തും ഒരു ആഡി സെയിൽ നടക്കുന്നുണ്ട്, ട്രൂ ലൈനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ഇത് കേട്ട വഴിക്ക് കുഞ്ഞിനെ അപ്പോഴത്തേക്കും വിളിച്ച് പറഞ്ഞിട്ട് കുഞ്ഞിനോട് പറഞ്ഞു ഇരിഞ്ഞാലോടേക്ക് വാ, ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് കുറച്ച് സമാധാനം കൂടി ആയിട്ടുണ്ട്. ഇനി തിരിച്ചു പോകുമ്പോ എന്റെ ബാക്കിൽ കയറണ്ടല്ലോ, ഇനി കുഞ്ഞുണ്ടല്ലോ എന്നുള്ളൊരു അഹങ്കാരം കൂടി ഞാൻ ആ മുഖത്ത് കണ്ടു ഗൈസ്. അങ്ങനെ ഞാൻ ഫാസിയോയില് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. കാരണം കുറെ നാളായി ഞാൻ അവിടെ കയറിയിട്ട്. ഞാൻ കുറച്ച് നാളായി കയറിയിട്ട്. ഇവരാണ് ഇപ്പൊ മെയിൻ ആയിട്ടും ഡ്രസ്സും അല്ലെങ്കിൽ കറങ്ങാനൊക്കെ ആയിട്ട് പോവാറ്. ഞാൻ എന്തെങ്കിലും പുട്ടുപൊടിയോ അല്ലെങ്കിൽ വല്ല സൂപ്പർ മാർക്കറ്റിലോ അങ്ങനെയാണ് ഞാനിപ്പോ അധികം പോവാറ് ഗൈസ്. ഇപ്പൊ അങ്ങനെയാണ് ഗൈസ്. അത് കാരണം ഇവരാണ് എപ്പോഴും ഡ്രസ്സ് എടുക്കാനൊക്കെ കൂട്ടായിട്ട് പോവാറ്. ഞാനാണെങ്കിൽ ഉണ്ടാവാറില്ല, അത് വേറൊരു കാര്യം. അതുകൊണ്ടാണ് കേട്ടോ ഇവരാണ് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അവൈലബിൾ ഉള്ള ആൾക്കാരെ ആണല്ലോ എല്ലാരും കൊണ്ടുപോവാ. അങ്ങനെ അവിടെ നിന്ന് നമ്മളൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പിന്നെ നമുക്ക് ആടി സൈഡ് നടക്കുന്നിടത്തേക്ക് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇവിടെയും കുറച്ച് ബൈ 1 get 1 ഫ്രീ എന്തോ ഉണ്ട്. അപ്പൊ അതേ റേറ്റിന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറവോ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് അത് ചെയ്യണം, കുറവായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ ഏതാണോ കൂടുതൽ അതിന്റെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ 1 get 1 ഫ്രീ അങ്ങനെ കിട്ടും എന്നാണ് പറഞ്ഞത്. അങ്ങനെ കുഞ്ഞിക്കാണെങ്കിൽ കുറെ ഷോർട്ട് ടോപ്പുകളാണ് കുറച്ചും കൂടെ ഇഷ്ടം. അവൾക്ക് ബാഗി പാന്റും ഷോർട്ട് ടോപ്പാണ് ഇഷ്ടം. പിന്നെ ഇപ്പൊ കുറച്ചും കൂടെ ചുരിദാറിനോടൊക്കെ ഒരു ഇഷ്ടം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാവരും ഷോളൊക്കെ ഇട്ട് നടക്കുമ്പോഴേ. അപ്പോൾ അങ്ങനെ കുറച്ച് ഷോളുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. അപ്പോൾ അതൊക്കെ കാണാനിരുന്നിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അതൊന്നും നോക്കാനോ അല്ലെങ്കിൽ കാണാനുള്ള നേരമൊന്നും ഇപ്പൊ കിട്ടണേ ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെയാണ് ആഡി സെയിൽ നടക്കുന്നത്. ഇവിടുന്ന് കുഞ്ഞിക്ക് കുറച്ച് ടോപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറെ അധികം ടോപ്പ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൾ വന്നിട്ട് വേണം നമുക്ക് ഇതൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഇന്നത്തെ ചെറിയ ഷോപ്പിംഗ് ഒരു 6:15 കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാറ്റനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഡ്യൂട്ടി 7 മണിക്കാണ് കഴിയാത്രേ. അപ്പൊ ഒരു 3/4 മണിക്കൂറും കൂടി നമുക്ക് അവിടെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണെങ്കിൽ അവളെയും കൂടി കൂട്ടി കൊണ്ടുവരാം. അല്ലെങ്കിൽ ബസ് കയറി പാവം 8 മണി 8:30 അത്ര എന്തോ ആവും ഇവിടെ എത്തുമ്പോ. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വെറുതെ നിന്നാവില്ല. അപ്പൊ നമ്മുടെ സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഒരു 199 ഒരു കടയുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് അവിടെ കുറെ ഉണ്ടാവാറുണ്ട്. നല്ല രസമുണ്ട് അവിടെ ഒക്കെ കാണാനായിട്ട്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 7 മണിക്ക് കുഞ്ഞാറ്റ വരും, കുഞ്ഞാറ്റനെയും കൊണ്ട് വീട്ടിൽ പോവാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാട്ടാ നമ്മൾ അവിടെയും കൂടി കയറിയത്. അപ്പൊ അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവിടുത്തെ കുറെ സാധനങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ നോക്കി പിന്നെ അപ്പുറത്തെ
സാധനങ്ങൾ, അങ്ങനെ നമുക്കൊരു ത്വര വരും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ എന്താ ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അമ്മ മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കുഞ്ഞാറ്റ വന്നിട്ടില്ല. 7 മണി കഴിഞ്ഞിട്ടും 7:15 കുഞ്ഞാറ്റ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അമ്മ ലാസ്റ്റ് മണിക്ക് പുറത്തിറങ്ങിയിട്ട് അമ്മ ചോദിക്കുക കുഞ്ഞാറ്റ വന്നില്ലേ എന്നുള്ളത്. കുഞ്ഞാറ്റ വന്നിട്ടില്ല, കുഞ്ഞാറ്റ ഇനി ഏതിലേ വരാന്നൊന്നും അറിയില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ സ്ഥലം പറയാൻ അറിഞ്ഞൂടാ, അവൾക്ക് നമ്മൾ പറഞ്ഞ സ്ഥലം അവൾക്കും ഇങ്ങോട്ട് മനസ്സിലാവണം. അങ്ങനെ അവസാനം ഞാൻ ചന്ദ്രനെ നോക്കി നിന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ ചന്ദ്രനെ കാണാനായിട്ട്. എല്ലാരും കണ്ടോന്ന് എനിക്കൊന്നും അറിയില്ല. പിന്നെ അതായത് ബസ്സിൽ അവളുണ്ട് കേട്ടാ. ഇനിയൊരു ഡൗട്ട് എന്ന് പറയുന്നത് അവൾ അതിലേ വരുമോ ഇതിലേ വരുമോ. അങ്ങനെ അവൾ വിളിച്ചു നിങ്ങൾ എവിടെയാ നിൽക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൾക്ക് സ്ഥലം പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്ക് അറിയില്ല അത്ര. അങ്ങനെ ലാസ്റ്റ് അവൾ ഏതെങ്കിലും ഒരു വഴി കൂടെ ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ. അപ്പൊ അവള് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കണം. ഇത് ഞാൻ ആലോചിച്ചിട്ട് അങ്ങോട്ടല്ലേ പോകേണ്ടത്, ഞാൻ അവിടെ നിന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവളെ കുറിച്ചിട്ട് പോയി. അപ്പൊ അവള് നേരത്തെ ഇന്നെന്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി.